കൊല്ലം ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മിഴിയോണം 2024 സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗ്രന്ഥശാല അംഗങ്ങൾക്ക് ആദരം. പരിപാടിയുടെ ഭാഗമായി കലാകായിക മത്സരങ്ങളും ഗാനമേളയും. കൊല്ലത്ത് ഭർത്താവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ബാലരാമപുരം സ്വദേശി അഞ്ജന. വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞാണ് അപകടം. ഭർത്താവ് വിഷ്ണുവിന് നിസ്സാര പരിക്ക്. തൃശൂർ ചാലക്കുടി മേഖലയിലെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ഓണാഘോഷം നടത്തി. ഉദ്ഘാടനം ചെയ്ത് മുനിസിപ്പൽ കൗൺസിലർ വി ജെ ജോജി. മുഖ്യാതിഥികളായി ഗായകരായ സുധീഷ് ചാലക്കുടി, ബാബു ചാലക്കുടി എന്നിവർ. തൃശൂരിൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാർച്ച് ഫേസ്ബുക്കിൽ വിദ്യാർത്ഥിയുടെ അപകടമരണം പങ്കുവച്ച ആക്ട് സെക്രട്ടറിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നിരവധി പ്രവർത്തകർ അറസ്റ്റ്. ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന് തുടക്കമായി. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കോട്ടയം കുര്യനുതുപ്പ് റോഡിൽ എത്തിച്ചേർന്ന ജാഥകൾ കോട്ടയം നഗരം വഴി പ്രദക്ഷിണം നടത്തി. സുവർണ ജൂബിലി സ്മാരക മന്ദിരം കോട്ടയം വടവാതൂരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ഗവൺമെന്റ് VHS സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ 2 ദിവസത്തെ ബോധന സഹവാസ ക്യാമ്പ് സമാപിച്ചു. മികച്ച സംഘാടകനുള്ള ക്യാൻഫ്രഡ് പുരസ്കാരം 2024 നേടിയ PG ഷാജിമോന്റെ ജൈവ കൃഷിയിടം സന്ദർശിച്ചു. ക്യാമ്പ് തികച്ചും വേറിട്ട അനുഭവമായി മാറിയെന്ന് കുട്ടികൾ. കോട്ടയം പാലാ മരിയ സദനത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. അനാഥരെയും ഒറ്റപ്പെട്ടവരെയും സംരക്ഷിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു. മലപ്പുറം നിളയോര പാതയിൽ ബാബു പടിയത്തിന്റെ ചിത്രപ്രദർശനം ഇന്ന് സമാപിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം പൊന്നാനി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചിത്രപ്രദർശനം. 4 ദിവസം നീണ്ടുനിന്ന പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് എഴുത്തുകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരി.